ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സൈലം ഗുരു. ഞാൻ രാജശ്രീ വിനോദ്. നമ്മുടെ ടാർഗറ്റ് 30 അങ്ങനെ ഭംഗിയായി മുന്നോട്ട് പോവുകയാണ്. ഇന്ന് നമ്മൾ ടാർഗറ്റ് 30യിലെ നെക്സ്റ്റ് ക്ലാസ് ആണ് കാണാൻ പോകുന്നത്. അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഇത് നിങ്ങളെ എങ്ങനെ പഠിച്ചാലും വളരെ പ്രയോജനകരമാകുന്നതാണ്. ഞാൻ മിസ് എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആണല്ലോ, ആ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസിൽ നിന്നാണ് നമ്മൾ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യനിലേക്ക് കടന്നു ചെല്ലുന്നത്. ടാർഗറ്റ് 30 പെട്ടെന്ന് നമ്മൾ അങ്ങനെ നിർത്താൻ പോകുന്നില്ല. എനിവേ നമ്മുടെ കേട്ടറ്റ് എക്സാം കഴിയുന്നത് വരേക്കും നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് മറ്റുള്ള സബ്ജക്റ്റുകൾ കയറിയാലും നമുക്ക് ടാർഗറ്റ് 30 എന്ന് പറയുന്നത് സൈക്കോളജിയുടെ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഇതിൽ നിന്നും എന്ത് ചെയ്യാനായിട്ട് പറ്റും? നിങ്ങൾക്ക് കൂടുതൽ മാർക്കുകൾ സ്കോർ ചെയ്യാനും ക്വസ്റ്റ്യൻസ് ചിലവരെ സംബന്ധിച്ച് ടോപ്പിക്ക് തിയറിറ്റിക്കൽ ബേസിസിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നതിനേക്കാളും ഇഷ്ടം കുറച്ചുകൂടെ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെയുള്ളവരെ ഉദ്ദേശിച്ചാണ്. പിന്നെ ലോകത്ത് എവിടെ നിന്നും ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് കിട്ടത്തക്ക രീതിയിലാണ് ഇത് ഇത്രയും ഞാൻ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇതിന് എന്താണ് വേണ്ടത്? പ്രധാനമായിട്ടും ചെയ്യേണ്ടത് ഇത് ഡൗൺലോഡ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം തന്നെ ആ ബെല്ലൈക്കൺ ഒന്ന് അമർത്തുക. എന്നാൽ മാത്രമേ നോട്ടിഫിക്കേഷൻ വരികയുള്ളൂ. ഡെയിലി നോട്ടിഫിക്കേഷൻ വന്നാൽ മാത്രമേ നമുക്ക് എഴുതാനായിട്ട് സാധിക്കുകയുള്ളൂ, പഠിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കാണാൻ പോകുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ടാർഗറ്റ് 30യിലെ ക്ലാസ് ആണ്. ആ ക്ലാസ്സിലേക്ക് ഞാൻ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് കടന്നു പോകാം. 20 ക്വസ്റ്റ്യൻ വീതമാണ് പെർ ഡേ കൊടുക്കുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: മാനസിക അപഗ്രഥനത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? മാനസിക അപഗ്രഥനത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? നമുക്കറിയാം, മാനസിക അപഗ്രഥനം എന്ന് പറഞ്ഞാൽ ആരുടേതാണ്? സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെതാണ്, അല്ലെ? സൈക്കോ അനലറ്റിക്കൽ അപ്രോച്ച് എന്നാണ് പറയുന്നത്. അപ്പം എഴുതിയെടുക്കുമ്പോൾ നമുക്ക് അറിയത്തില്ലാത്ത പദങ്ങളുണ്ടല്ലോ, ആ പദങ്ങളെ എന്ത് ചെയ്യുക? ഇംഗ്ലീഷിലും കൂടെ അവിടെ സൈക്കോ അനലറ്റിക്കൽ അപ്രോച്ച്, സൈക്കോ അനലറ്റിക്കൽ അപ്രോച്ച്, സൈക്കോ അനലറ്റിക്കൽ അപ്രോച്ച്, സൈക്കോ അനലറ്റിക്കൽ അപ്രോച്ച് ആരുടേതാണ്? ഡോക്ടർ സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെതാണ്, അല്ലെ? ഡോക്ടർ സിഗ്മണ്ട് ഫ്രോയിഡ് ആണ് ഏത്? മാനസിക അപഗ്രഥനത്തിന്റെ ഉപജ്ഞാതാവ് എന്ന് പറയുന്നത്. അദ്ദേഹം 3 തലത്തിലുള്ള 3 സിദ്ധാന്തങ്ങളെ ആധാരമാക്കിയാണ് ഈ മാനസിക അപഗ്രഥന സിദ്ധാന്തം ആവിഷ്കരിച്ചിരിക്കുന്നത്. അതിൽ ഒന്നാമത്തെ എന്ന് പറയുന്നത് വ്യക്തിത്വത്തിന്റെ ചലനാത്മകത, രണ്ടാമത്തെ എന്ന് പറയുന്നത് വ്യക്തിത്വ ഘടന, 3 എന്ന് പറയുന്നത് മനോലൈംഗിക വികസന സിദ്ധാന്തം എന്നിവയാണ്. തിയറി ഓഫ് പേഴ്സണാലിറ്റി ഡിസ്പോസിഷൻ, തിയറി ഓഫ് പേഴ്സണാലിറ്റി സ്ട്രക്ചർ, തിയറി ഓഫ് സൈക്കോസെക്ഷൽ ഡെവലപ്മെന്റ്. ഈ 3 സിദ്ധാന്തങ്ങളെ ആധാരമാക്കിയാണ് സിഗ്മണ്ട് ഫ്രോയിഡ് മാനസിക അപഗ്രഥനം അഥവാ സൈക്കോ അനലറ്റിക്കൽ അപ്രോച്ച് ആവിഷ്കരിച്ചിരിക്കുന്നത് എന്ന് പറയാനായിട്ട് സാധിക്കും. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇതാണ്: നവജാത ശിശുക്കളുടെ വികാരങ്ങളെ കുറിച്ച് പഠനം നടത്തിയത് ആരാണ്? നവജാത ശിശുക്കളുടെ വികാരങ്ങളെ കുറിച്ച്, അല്ലെങ്കിൽ വൈകാരിക വികസന സിദ്ധാന്തം ആരുടെ എന്നൊരു ക്വസ്റ്റ്യൻ കൂടെ അവിടെ എഴുതി വെച്ചോളൂ. വൈകാരിക വികസന സിദ്ധാന്തം ആരുടെ? അതല്ലെങ്കിൽ നവജാത ശിശുക്കളുടെ വികാരങ്ങളെ കുറിച്ച് പഠനം നടത്തിയത് ആരാണ് എന്ന് ചോദിച്ചാൽ ആരെന്ന് പറയാം? കാതറിൻ ബ്രിഡ്ജ് ആണ്, അല്ലെ? കാതറിൻ ബ്രിഡ്ജ് ആണ് നവജാത ശിശുക്കളുടെ വികാരങ്ങളെ കുറിച്ച് തൻ്റെ വാത്സല്യ ഗ്രഹത്തിൽ വെച്ച് 0 മുതൽ 24 മാസം പ്രായമുള്ള കുട്ടികളെ വെച്ചുകൊണ്ട് അവരുടെ വികാരങ്ങളെ, പല പ്രായത്തിൽപ്പെട്ട കുട്ടികളെ വെച്ച് അവരുടെ വികാരങ്ങളെ കുറിച്ച് പഠിച്ച വ്യക്തിയാണ്. അങ്ങനെ 24 മാസം പ്രായമാകുമ്പോഴേക്കും, അതായത് 2 വയസ്സാകുമ്പോഴേക്കും ഏകദേശം എല്ലാ വികാരങ്ങളും കുട്ടിയിൽ എത്തിയിട്ടുണ്ടാവും, കുട്ടി നേടിയിട്ടുണ്ടാവും എന്ന് പറയുന്നതാണ് കാതറിൻ ബ്രിഡ്ജിന്റെ ബ്രിഡ്ജ് ചാർട്ട് എന്ന് പറയുന്നത്. അതിൽ സംത്രാസം മുതലാണ്, പിന്നെ ആ സംത്രാസം ആനന്ദം അസ്വസ്ഥതയായി മാറുന്നു. അങ്ങനെ ഓരോ ഘട്ടത്തിലും 3-ാം മാസത്തിൽ, 6-ാം മാസത്തിൽ, 12-ാം മാസത്തിൽ, 18-ാം മാസത്തിലൊക്കെ കുട്ടിക്ക്, 24-ാം മാസത്തിലൊക്കെ കുട്ടിക്ക് ഉണ്ടാവുന്ന വികാരങ്ങളെ കുറിച്ചാണ് തൻ്റെ ബ്രിഡ്ജ് ചാർട്ടിൽ കാതറിൻ ബ്രിഡ്ജ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അടുത്തതാണ്: മനോവിശ്ലേഷണ സിദ്ധാന്തം അവതരിപ്പിച്ചത് ആരാണ്? അപ്പൊ നോക്കിയേ, മാനസിക അപഗ്രഥനവും ചോദിച്ചിട്ടുണ്ട്, മനോവിശ്ലേഷണവും ചോദിച്ചിട്ടുണ്ട്. രണ്ടും ഒന്നാണ്. സൈക്കോ അനലറ്റിക്കൽ അപ്രോച്ച് എന്നാണ് പറയുക. മനോവിശ്ലേഷണം അഥവാ മാനസിക അപഗ്രഥനം എന്ന് പറയുമ്പോൾ രണ്ടും ഒന്നാണ്. ആരായിരിക്കാം ഉപജ്ഞാതാവ്? സിഗ്മണ്ട് ഫ്രോയിഡ് ആണ്. സിഗ്മണ്ട് ഫ്രോയിഡ് ആണ് ഏതിൻ്റെ? മനോവിശ്ലേഷണ സിദ്ധാന്തവും അപഗ്രഥിച്ചിരിക്കുന്നത്. ഇനി അടുത്തതാണ്: മനോചികിത്സാ രംഗത്ത്
മുക്ത സാഹചര്യം എന്ന രീതി ആവിഷ്കരിച്ച മനഃശാസ്ത്രജ്ഞൻ. മനോചികിത്സാ രംഗത്ത് മുക്ത സാഹചര്യം എന്ന രീതി ആവിഷ്കരിച്ച മനഃശാസ്ത്രജ്ഞൻ ആരാണെന്നാണ്. അപ്പൊ മനോചികിത്സാ രംഗത്തെ പ്രമുഖൻ എന്ന് പറയുന്നതും ആരാണ്? ഡോക്ടർ ഫ്രോയിഡ് തന്നെയാണ്. അദ്ദേഹമാണ് മുക്ത സാഹചര്യം എന്ന രീതി മനോചികിത്സാ രീതിയിൽ ആവിഷ്കരിച്ചത്. അടുത്തതാണ് മറവി ചക്രം എന്ന ആശയം കണ്ടെത്തിയത് ആരാണ്? മറവി ചക്രം എന്ന ആശയം, ഫോർഗെറ്റിംഗ് കർവ് എന്ന് പറയും അല്ലെ, മറവി ചക്രം എന്ന ആശയം കണ്ടെത്തിയത് ആരാണ് എന്ന് ചോദിച്ചാൽ എബിംഗ്ഹോസ് ആണ്. എബിംഗ്ഹോസ് ആണ് മറവി ചക്രം എന്ന ആശയം കണ്ടെത്തിയത്. ആരാണെന്ന് ചോദിച്ചാൽ എബിംഗ്ഹോസ് ആണെന്ന് പറയാനായിട്ട് സാധിക്കും. പഠനവും വിസ്മൃതിയും ഒരേ സമയം തുടങ്ങുന്നു, ഒരേ സമയം ആരംഭിക്കുന്നു. പഠനവും വിസ്മൃതിയും ഒരേ സമയം ആരംഭിക്കുന്നു എന്ന് പറഞ്ഞത് ആരാണെന്ന് ചോദിച്ചാൽ അതും എബിംഗ്ഹോസ് തന്നെയാണ് പറഞ്ഞത്. പഠനവും വിസ്മൃതിയും ഒരേ സമയം ആരംഭിക്കുന്നു എന്ന് പറഞ്ഞത് ആരാണെന്ന് ചോദിച്ചാൽ എബിംഗ്ഹോസ് ആണ് പറഞ്ഞതെന്ന് പറയാം. ഇനി മാനസിക വയസ്സ് എന്ന ആശയം ആരുടേതാണ്? മാനസിക വയസ്സ് എന്ന് വെച്ചാൽ എന്താണ് കുഞ്ഞുങ്ങളെ? മെന്റൽ ഏജ് ആണ് അല്ലെ. മെന്റൽ ഏജ്, മാനസിക വയസ്സ് എന്നാൽ എന്താണ്? മെന്റൽ ഏജ് ആണ്. മെന്റൽ ഏജ് ബുദ്ധിമാപനവുമായി ബന്ധപ്പെട്ട ഒരു ആശയമാണ്. ബുദ്ധിശക്തി അളക്കാനുള്ള ആദ്യ ശ്രമം നടത്തിയത് ആൽഫ്രഡ് ബിനെറ്റ് ആണ്. തൻ്റെ കൂട്ടുകാരനായ തിയോഡർ സൈമണുമായി ചേർന്നാണ് ഏറ്റവും ആദ്യത്തെ ബുദ്ധിമാപനം നടത്താനുള്ള ശ്രമം നടത്തിയത്. ബിനെ സൈമൺ മാപിനി എന്നാണ് അത് അറിയപ്പെട്ടത്. പിന്നെ ഭാട്ടിയായുടെ പ്രകടന ശോധകം, ആർതറുടെ പ്രകടന മാപിനി, പിന്റർ പാറ്റേഴ്സൺ പ്രകടന മാപിനി, ഇങ്ങനെ ഒരുപാട് ബുദ്ധിശോധകങ്ങൾ വന്നിരുന്നാലും ഏറ്റവും ആദ്യമായി ബുദ്ധി അളക്കാനുള്ള ശ്രമം നടത്തിയത് നമ്മുടെ ബിനെറ്റ് ആണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ ബുദ്ധി പരീക്ഷയുടെ പിതാവ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പം അത് അങ്ങനെ നിൽക്കട്ടെ. ഇനി ബുദ്ധിമാപനം എന്ന ആശയം കൊണ്ടുവന്നത് വില്യം സ്റ്റേൺ ആണ്. അദ്ദേഹം ഒരു ഇക്വേഷൻ, നമ്മുടെ ഒരു സമവാക്യവും കൊണ്ടുവന്നു. ബുദ്ധി അളക്കാൻ വേണ്ടി ഒരു സമവാക്യവും കൊണ്ടുവന്നു. ഏതാണ്? IQ = MA / CA × 100 എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ കൊണ്ടുവന്നു. അതിൽ IQ എന്ന് പറയുമ്പോൾ ബുദ്ധിമാപനമാണ്, MA എന്നാൽ മെന്റൽ ഏജും CA എന്നാൽ ക്രോണോളജിക്കൽ ഏജുമാണ്. ഓക്കെ, അതിൽ മെന്റൽ ഏജ് എന്ന് പറയുന്ന മാനസിക വയസ്സ് അഥവാ മെന്റൽ ഏജ് എന്ന് പറയുന്ന ആശയം ആരുടേതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് ആൽഫ്രഡ് ബിനെറ്റിൻ്റെതാണ്. ഈ ഒരു ബുദ്ധിമാപനം എന്ന പദവും അതോടൊപ്പം തന്നെ ബുദ്ധിശക്തി അളക്കാനുള്ള ഒരു സൂചകം അല്ലെങ്കിൽ ഒരു ഇക്വേഷൻ രൂപീകരിച്ചതും ആരാണെന്ന് ചോദിച്ചാൽ ആരെന്ന് പറയാം? വില്യം സ്റ്റേൺ ആണ് എന്ന് തന്നെ പറയാം. ആരാണ്? വില്യം സ്റ്റേൺ ആണെന്ന് പറയാം. പക്ഷേ ഈ വില്യം സ്റ്റേൺ രൂപീകരിച്ച ഇക്വേഷനിലെ MA എന്ന ആശയം, അതായത് മെന്റൽ ഏജ് എന്നുള്ള ആശയം ആരുടേതാണെന്ന് ചോദിച്ചാൽ അത് ആൽഫ്രഡ് ബിനെറ്റിൻ്റെതാണെന്ന് വേണം പറയുന്നതിന് വേണ്ടി. സെറ്റാണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ബുദ്ധിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഒബ്വിയസ്ലി ഞാനിപ്പോൾ പറഞ്ഞു കഴിഞ്ഞതേ ഉള്ളൂ. ആരാണ്? ആൽഫ്രഡ് ബിനെറ്റ് ആണ് അല്ലെ. ആൽഫ്രഡ് ബിനെ എന്നും പറയാറുണ്ട്, ആൽഫ്രഡ് ബിനെറ്റ് എന്നും പറയാറുണ്ട്. ആൽഫ്രഡ് ബിനെറ്റ് ബുദ്ധി പരീക്ഷയുടെ പിതാവ് അല്ലെ ബുദ്ധിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണെന്ന് ചോദിച്ചാൽ ആൽഫ്രഡ് ബിനെറ്റ് ആണ് എന്ന് പറയാനായിട്ട് സാധിക്കും. ആദ്യമായി ബുദ്ധിമാപിനി കണ്ടെത്തിയത് ആര്? ആദ്യമായി ബുദ്ധിമാപിനി കണ്ടെത്തിയത് ആരാണെന്ന് ചോദിച്ചാൽ അതും ആരാണ്? ആൽഫ്രഡ് ബിനെറ്റ് ആണ്. ആദ്യമായി ബുദ്ധിമാപിനി കണ്ടെത്തിയത് ആൽഫ്രഡ് ബിനെറ്റ് ആണ്. ബിനെ സൈമൺ മാപിനി എന്നാണ് അത് അറിയപ്പെടുന്നത്. ഏറ്റവും ആദ്യമായി ഒരു ബുദ്ധിമാപിനി കണ്ടെത്തിയത് ആരാണ്? ആൽഫ്രഡ് ബിനെറ്റ് ആണ്. ലോകത്താദ്യമായി ഒരു മനഃശാസ്ത്ര ലബോറട്ടറി സ്ഥാപിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ വിൽഹെയിം വൂണ്ട് ആണ് എന്ന് പറയാം. അദ്ദേഹം ഒരു ജർമ്മൻ മനഃശാസ്ത്രജ്ഞനായിരുന്നു. 1879 ജർമ്മനിയിലെ ലീപ്സിഗ് സർവകലാശാലയിലാണ് ഏറ്റവും ആദ്യമായി ഒരു മനഃശാസ്ത്ര പരീക്ഷണ ലബോറട്ടറി ആരംഭിച്ചത്. അന്ന് മുതൽ അദ്ദേഹം മനഃശാസ്ത്ര പരീക്ഷണങ്ങളുടെ പിതാവ് എന്ന പേരിലും അറിയപ്പെടുന്നു എന്ന് പഠിച്ചു വയ്ക്കുക കേട്ടോ.
അപ്പോൾ ലോകത്തെ ഏറ്റവും ആദ്യമായി ഒരു മനഃശാസ്ത്ര ലബോറട്ടറി കൊണ്ടുവന്നത് ആരാണ്? വില്യം വൂണ്ടാണ്. ഇദ്ദേഹത്തിൻ്റെ ശിഷ്യൻ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ E.B. ടിച്നർ ആണ് എന്ന് നമുക്ക് പറയാം. എഡ്വേർഡ് B. ടിച്നർ ആണ് ഏത് ഈ മനഃശാസ്ത്ര ലബോറട്ടറിയുടെ സ്ഥാപകനായ വില്യം വൂണ്ടിൻ്റെ ശിഷ്യൻ എന്ന് നമുക്ക് പറയാം. ആധുനിക പരീക്ഷണ മനഃശാസ്ത്രത്തിൻ്റെ സ്ഥാപകൻ ആരാണ്? ആധുനിക പരീക്ഷണ മനഃശാസ്ത്രത്തിൻ്റെ സ്ഥാപകൻ എന്ന് പറയുന്നതും ആരാണ്? വില്യം വൂണ്ട് ആണെന്ന് കാണാനായിട്ട് സാധിക്കും. വില്യം വൂണ്ടാണ് ആധുനിക മനഃശാസ്ത്ര പരീക്ഷണങ്ങളുടെ പിതാവെന്നും അറിയപ്പെടുന്നത്. ആരുടെ സംഭാവനയാണ് ശ്രേണി എന്ന് കേൾക്കുമ്പോഴേ ഓടിപ്പോവരുത്, പഠന ശ്രേണി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആരുടെ സംഭാവനയാണ് പഠനശ്രേണി? ആരുടെ സംഭാവനയാണ് പഠനശ്രേണി എന്ന് പറയുന്നത്? റോബർട്ട് എം ഗാഗ്നെയുടേതാണ്. റോബർട്ട് എം ഗാഗ്നെയുടേതാണ് പഠനശ്രേണി എന്ന് പറയുന്നത്. ആരുടേതാണ്? റോബർട്ട് എം ഗാഗ്നെയുടെ ആണ്. അദ്ദേഹം എങ്ങനെയാണ് SSC VMC PP എന്ന ലെവലിലാണ് പോയിരിക്കുന്നത്. SSC VMC PP ആരുടെ സംഭാവനയാണ് പഠനശ്രേണി? റോബർട്ട് എം ഗാഗ്നെയുടെ പഠനശ്രേണിയാണ് ഏത് ഈ പഠനശ്രേണി എന്നറിയപ്പെടുന്നത്. SSC VMC PP എന്ന ലെവലിലാണ് അത് പോകുന്നത്. ഓക്കെ, പഠിച്ചു വയ്ക്കണം കേട്ടോ, മറന്നു പോകരുത്. അതിനകത്ത് സിഗ്നൽ ലേണിംഗ്, സ്റ്റിമുലസ് റെസ്പോൺസ് ലേണിംഗ്, ചെയിൻ ലേണിംഗ്, വെർബൽ അസോസിയേഷൻ, മൾട്ടിപ്പിൾ ഡിസ്ക്രിമിനേഷൻ, കോൺസെപ്റ്റ് ലേണിംഗ്, പ്രിൻസിപ്പൽ ലേണിംഗ് ആൻഡ് പ്രോബ്ലം സോൾവിങ് എന്ന ലെവലിലാണ് അത് മുന്നോട്ട് പോകുന്നത്. ഓക്കെ, അതൊന്ന് പഠിച്ചു വയ്ക്കുക. ഇനി യൂണിവേഴ്സൽ ഗ്രാമർ എന്ന ആശയം രൂപീകരിച്ചത് ആരാണ്? യൂണിവേഴ്സൽ ഗ്രാമർ എന്ന ആശയം ആരുടേതാണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം ഭാഷാശാസ്ത്രജ്ഞനായ നോം ചോംസ്കിയുടേതാണ് അല്ലെ. യൂണിവേഴ്സൽ ഗ്രാമർ എന്ന ആശയം രൂപീകരിച്ചത് നോം ചോംസ്കിയാണ്. യൂണിവേഴ്സൽ ഗ്രാമർ എന്ന ആശയം ആരുടെ എന്ന് ചോദിച്ചാൽ അത് നോം ചോംസ്കിയുടേതാണ് എന്ന് പറയാം. ഓക്കെ, ആരുമായി ബന്ധപ്പെട്ട പദമാണ് ലാഡ്? ലാഡ് സ്റ്റാൻഡ്സ് ഫോർ ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ്. ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസിനെയാണ് ലാഡ് എന്ന് പറയുക. ലാഡ് എന്താണ്? ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ്. എന്താണ്? ഒന്നുകൂടെ പറയൂ. ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് ആണ് ഏത്? ലാഡ് എന്നറിയപ്പെടുന്നത്. ആരുമായി ബന്ധപ്പെട്ട പദമാണ്? നോം ചോംസ്കിയുമായി ബന്ധപ്പെട്ട പദമാണ്. നോം ചോംസ്കിയുമായി ബന്ധപ്പെട്ട പദമാണ് ലാഡ് എന്ന് പറയുന്നത്. അദ്ദേഹം പറയുന്നു, എല്ലാ കുട്ടികളിലും ജന്മനാ തന്നെ ഒരു ഭാഷാർജന കൗശലമുണ്ട്. എല്ലാ കുട്ടികളിലും ജന്മനാ തന്നെ ഒരു ഭാഷാർജന കൗശലമുണ്ട്. മൃഗങ്ങളുടെ ചേഷ്ടാ വ്യതിയാനങ്ങളുമായി ഭാഷാ പഠനത്തെ തുലനം ചെയ്യുന്നത് ശരിയല്ലെന്നും അതിനേക്കാൾ ഉത്കൃഷ്ടമായ ഒന്നാണ് മനുഷ്യഭാഷ എന്നും അഭിപ്രായപ്പെട്ട വ്യക്തിയാണ് നോം ചോംസ്കി എന്ന് പറയാം. എന്താണ് പറഞ്ഞത്? മൃഗങ്ങളുടെ ചേഷ്ടാ വ്യതിയാനങ്ങളുമായി ഭാഷാ പഠനത്തെ തുലനം ചെയ്യുന്നത് ശരിയല്ലെന്നും അതിനേക്കാൾ ഉത്കൃഷ്ടമായ ഒന്നാണ് മനുഷ്യഭാഷ എന്നും അഭിപ്രായപ്പെട്ടത് നോം ചോംസ്കിയാണ്. ഓക്കെ, ഇനി സിന്തറ്റിക് സ്ട്രക്ചർ എന്ന കൃതിയുടെ ഉപജ്ഞാതാവ് ആരാണ്? നോം ചോംസ്കിയാണ്. സിന്തറ്റിക് സ്ട്രക്ചർ എന്ന കൃതിയുടെ ഉപജ്ഞാതാവും ആരാണ്? നോം ചോംസ്കിയാണ് എന്ന് പറയാനായിട്ട് സാധിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, ബിഹേവിയറിസത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? ബിഹേവിയറിസത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? ബിഹേവിയറിസം ആരുടേതാണ്? JB വാട്സന്റേതാണ്. JB വാട്സന്റേതാണ് ബിഹേവിയറിസം. നമുക്കറിയാം പൗരാണിക കാലത്തെ മനഃശാസ്ത്രം സ്റ്റഡി ഓഫ് സോൾ, ആത്മാവിൻ്റെ ശാസ്ത്രമായിട്ടാണ് അറിയപ്പെട്ടിരുന്നത്. പക്ഷേ കാണാത്ത ആത്മാവിനെ പറ്റി പഠിക്കാൻ പറ്റുമോ? ഇല്ല. അങ്ങനെ വന്നപ്പോൾ ആ നിർവചനം തിരസ്കൃതമായി പോയി. പിന്നീട് വന്ന ജർമ്മൻ ദാർശനികനായ ഇമ്മാനുവൽ കാന്റ് പറയുകയാണ്, മനഃശാസ്ത്രത്തെ മനസ്സിൻ്റെ ശാസ്ത്രം എന്ന് വേണം ഇന്റർപ്രറ്റ് ചെയ്യുന്നതിന് വേണ്ടി. സോ മനഃശാസ്ത്രം എന്ന് പറയുന്നത് മനസ്സിൻ്റെ ശാസ്ത്രമാണ്. പക്ഷേ മനസ്സിനെ കുറിച്ച് പഠിക്കുക, മനസ്സിലാക്കുക എന്ന് പറയുന്നത് ഇത്ര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യമാണ്. അങ്ങനെ വന്നപ്പോൾ ആ നിർവചനവും തിരസ്കൃതമായി പോയി. പിന്നീട് 19-ാം നൂറ്റാണ്ടിൽ വില്യം ജെയിംസും വില്യം വൂണ്ടും വന്നിട്ട് പറയുകയാണ്, മനഃശാസ്ത്രം എന്ന് പറയുന്നത് ബോധമണ്ഡലത്തിൻ്റെ ശാസ്ത്രമാണ്. ഈ ബോധമണ്ഡലം എന്ന് വച്ചാൽ നമ്മൾക്ക് ഡെയിലി നടക്കുന്ന കാര്യങ്ങൾ, അതായത് നിത്യേന നടക്കുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് നോട്ടീസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ബോധമണ്ഡലം. അപ്പോൾ ബോധമണ്ഡലത്തിലെ അനുഭവങ്ങൾ പഠിക്കാൻ വേണ്ടി മാത്രമല്ല, പിന്നെ എന്തിനാണ് ഉപബോധമണ്ഡലത്തെയും അപബോധമണ്ഡലത്തിലെയും കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയാണ് മനഃശാസ്ത്രം ഉപയോഗിക്കുന്നത് എന്നുള്ള കാരണത്താൽ ആ നിർവചനവും തിരസ്കൃതമായി.
അങ്ങനെ മനഃശാസ്ത്രത്തിനൊരു നിർവചനമോ മറ്റു കാര്യങ്ങളോ അർത്ഥമോ ഒന്നുമില്ലാതിരുന്ന കാലത്ത് ഏകദേശം 20-ാം നൂറ്റാണ്ട് 20th സെഞ്ച്വറിയിൽ മനഃശാസ്ത്രജ്ഞരെല്ലാം കൂടിയിരുന്ന് മനഃശാസ്ത്രത്തിനൊരു നിർവചനം നൽകാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. അങ്ങനെ അവരുടെ സ്റ്റഡി ചെയ്യുന്ന സമയത്ത് വില്യം മക്ഡൂഗലും പിൽസ്ബറിയുമാണ് ആദ്യമായി വ്യവഹാരവാദം എന്നുള്ള ഒരു സംജ്ഞയെ ഏറ്റവും ആദ്യമായി കൊണ്ടുവരുന്നത്. 1913 സൈക്കോളജി ഫ്രം ദ സ്റ്റാൻഡ് പോയിന്റ് ഓഫ് എ ബിഹേവിയറിസ്റ്റ് എന്ന ഗ്രന്ഥത്തിലൂടെ ഈ JB വാട്സൺ എന്ന അമേരിക്കൻ മനഃശാസ്ത്രജ്ഞൻ വ്യവഹാരവാദത്തിനെ കുറിച്ച് ലോകമെമ്പാടും അങ്ങ് പ്രചരിപ്പിക്കുകയാണ്. അന്ന് മുതൽ അദ്ദേഹമാണ് ഈ വ്യവഹാരവാദത്തിന്റെ പ്രൊപ്പോണന്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പൊ ദ പ്രൊപ്പോണന്റ് ഓഫ് സൈക്കോളജി ബിഹേവിയറിസം എന്നറിയപ്പെടുന്നതും ദ ഫാദർ ഓഫ് ബിഹേവിയറിസ്റ്റ് സ്കൂൾ എന്നറിയപ്പെടുന്നതും JB വാട്സൺ ആണ് എന്ന് പഠിച്ചു വയ്ക്കുക. ഓക്കെ, JB വാട്സൺ ആണ്. അപ്പൊ വ്യവഹാരവാദത്തിന്റെ ഉപജ്ഞാതാവ് ആരാണെന്ന് ചോദിച്ചാൽ അവിടെ എന്തെന്ന് പറയാം? JB വാട്സൺ ആണെന്ന് പറയാം. മനുഷ്യരുടെ എല്ലാ പെരുമാറ്റങ്ങളും ചോദക പ്രതികരണ ബന്ധങ്ങളാണെന്ന് പ്രസ്താവിച്ച മനഃശാസ്ത്രജ്ഞൻ ആരാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം വ്യവഹാരവാദം എന്ന് പറയുന്നത് എന്താണ്? വ്യവഹാരവാദം എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ SR ബന്ധത്തിൽ അധിഷ്ഠിതമായ പഠനമാണ്. അതായത് നിരീക്ഷിക്കപ്പെടുന്നതും അളക്കാനാവുന്നതുമായ വ്യവഹാരത്തെയാണ് ബിഹേവിയറിസത്തിൽ പഠന വിധേയമാക്കുന്നത്. ഒരു വ്യക്തിയുടെ പെരുമാറ്റത്തെ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ വ്യവഹാരത്തെയാണെന്ന് പറയാം. ഒരു വ്യക്തിയുടെ വ്യവഹാരത്തെ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ പെരുമാറ്റത്തെയാണ് പഠന വിധേയമാക്കുന്നത്. നിരീക്ഷിക്കാവുന്നതും അളക്കാവുന്നതുമായ എല്ലാ പ്രതിഭാസങ്ങളെയുമാണ് പഠന വിധേയമാക്കുന്നത്. സോ മനുഷ്യന്റെ എല്ലാ പെരുമാറ്റങ്ങളും ചോദക പ്രതികരണ ബന്ധങ്ങളാൽ അധിഷ്ഠിതമാണ് എന്ന് പ്രസ്താവിച്ചതും ആരാണെന്ന് ചോദിച്ചാൽ JB വാട്സൺ ആണെന്ന് പറയാനായിട്ട് സാധിക്കും. JB വാട്സൺ ആണ് എന്ന് പറയാനായിട്ട് സാധിക്കും. അടുത്തത്, കുട്ടികളെ ലിറ്റിൽ സയന്റിസ്റ്റ് എന്ന് വിളിച്ചത് ആരാണ്? ജെനറ്റിക് എപ്പിസ്റ്റമോളജി, തൻ്റെ മനഃശാസ്ത്രത്തെ, തൻ്റെ പഠനത്തെ ജെനറ്റിക് എപ്പിസ്റ്റമോളജി എന്ന് വിശേഷിപ്പിച്ച റഷ്യൻ സൈക്കോളജിസ്റ്റായ ജീൻ പിയാഷെ ആണ് എന്തെന്ന് പറയുന്നത്? അദ്ദേഹമാണ് സ്വന്തം കുഞ്ഞുങ്ങളെ പരീക്ഷണ വിധേയമാക്കി ലിറ്റിൽ സയന്റിസ്റ്റ് എന്നാണ് അദ്ദേഹം കുട്ടികളെ വിശേഷിപ്പിച്ചത്. അപ്പോൾ ആരാണെന്ന് ചോദിച്ചാൽ എന്തെന്ന് പറയാം? ജീൻ പിയാഷെ ആണ് എന്ന് പറയാനായിട്ട് സാധിക്കും. ജീൻ പിയാഷെ. സ്കീമ എന്ന പദവുമായി ബന്ധപ്പെട്ടത്. സ്കീമ എന്ന് വെച്ചാൽ ഇത് നമ്മുടെ ബ്രെയിൻ ആണെന്ന് വിചാരിക്കുക. നമ്മുടെ ബ്രെയിൻ. ഓക്കെ, ഈ ബ്രെയിനിൽ നമ്മൾക്ക് ഫുഡ് കഴിക്കാൻ അറിയാം, അതൊരു സ്കീമ. നമുക്ക് പാത്രം കഴുകാൻ അറിയാം, ഒരു സ്കീമ. നമുക്ക് തുണി അലക്കാൻ അറിയാം, ഒരു സ്കീമ. നമുക്ക് നല്ല വൃത്തിയായിട്ട് എഴുതാൻ അറിയാം, സ്കീമ. നമുക്ക് പത്രം വായിക്കാൻ അറിയാം, സ്കീമ. നമുക്കൊരു ഫിലിം കണ്ട അതിൻ്റെ അർത്ഥം മനസ്സിലാവും, സ്കീമ. അപ്പം ഇങ്ങനെ നമ്മുടെ ഇദ്ദേഹം ഇതിന് ബ്രെയിൻ ആണെങ്കിലും അതിന് അദ്ദേഹം ഇട്ട പേരെന്ന് പറയുന്നത് കൊഗ്നിറ്റീവ് സ്ട്രക്ചർ അഥവാ വൈജ്ഞാനിക ഘടന എന്നാണ്. കൊഗ്നിറ്റീവ് സ്ട്രക്ചർ അഥവാ വൈജ്ഞാനിക ഘടന എന്നാണ് പേരിട്ടത്. ഓക്കെ, അപ്പൊ ഈ വൈജ്ഞാനിക ഘടനയിലെ ഈ അറിവുകളുണ്ടല്ലോ, ഇതിന് പറയുന്ന പേരാണ് സ്കീമ. വൈജ്ഞാനിക ഘടനയിലെ അറിവിന് പറയുന്ന പേരാണ് സ്കീമ. ആ സ്കീമ എന്ന പദവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് ജീൻ പിയാഷെ. സ്കീമ എന്ന പദവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് ജീൻ പിയാഷെ. ജനിതക വിജ്ഞാനം എന്ന ഗ്രന്ഥം, ജെനറ്റിക് എപ്പിസ്റ്റമോളജി, ജനിതക വിജ്ഞാനം എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ്? ജനിതക വിജ്ഞാനം എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണെന്നാണ്. ജനിതക വിജ്ഞാനം എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ്? ജീൻ പിയാഷെയാണ്. ജീൻ പിയാഷെയാണ് ജനിതക വിജ്ഞാനം എന്ന ഗ്രന്ഥം രചിച്ചിരിക്കുന്നത്. ജീൻ പിയാഷെയാണ് എന്ന് കാണാനായിട്ട് സാധിക്കും. അപ്പൊ ഇത്രയുമാണ് നമുക്ക് പ്രധാനമായിട്ടും പഠിക്കാനുള്ളത്. അതിൽ ഒന്നാമത്തെ എന്ന് പറയുന്നത് മാനസിക അപഗ്രഥനത്തിന്റെ ഉപജ്ഞാതാവ്, സൈക്കോ അനലറ്റിക്കൽ അപ്രോച്ച്, ഡോക്ടർ സിഗ്മണ്ട് ഫ്രോയിഡ് ആണ്. നവജാത ശിശുക്കളുടെ വികാരങ്ങളെ കുറിച്ച് പഠനം നടത്തിയത് ആരാണെന്ന് ചോദിച്ചാൽ കാതറിൻ ബ്രിഡ്ജ് ആണ്. മനോവിശ്ലേഷണ സമീപനം അവതരിപ്പിച്ച് സിഗ്മണ്ട് ഫ്രോയിഡ് ആണ്. മനോചികിത്സാ രംഗത്ത് മുക്ത സാഹചര്യം എന്ന രീതി അവതരിപ്പിച്ച് ഫ്രോയിഡ് ആണ്. മറവി ചക്രം എബ്ബിംഗ്ഹോസിൻ്റെതാണ്. പഠനവും വിസ്മൃതിയും ഒരേ സമയം ആരംഭിക്കുന്നു എന്ന് പറഞ്ഞത് എബ്ബിംഗ്ഹോസ് ആണ്. മാനസിക വയസ്സ് എന്ന ആശയം ആരുടേതാണ്? മാനസിക വയസ്സ്, മെന്റൽ ഏജ് എന്ന് പറയുന്നത് ആൽഫ്രഡ് ബിനെറ്റിൻ്റെതാണ്. ബുദ്ധിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആൽഫ്രഡ് ബിനെറ്റ് ആണ്. ഏറ്റവും ആദ്യമായി ബുദ്ധിമാപിനി കണ്ടെത്തിയത് ആൽഫ്രഡ് ബിനെറ്റ് ആണ്.
ലോകത്ത് ഏറ്റവും ആദ്യമായി ഒരു മനഃശാസ്ത്ര ലബോറട്ടറി സ്ഥാപിച്ചത് വില്യം വൂണ്ടാണ്. ആധുനിക പരീക്ഷണ മനഃശാസ്ത്രത്തിന്റെ സ്ഥാപകൻ വില്യം വൂണ്ടാണ്. സംഭാവന പഠനശ്രേണി ആരുടെയാ? റോബർട്ട് എം ഗാഗ്നയുടേതാണ്. യൂണിവേഴ്സൽ ഗ്രാമർ നോം ചോംസ്കിയുടേതാണ്. ആരുമായി ബന്ധപ്പെട്ട പദമാണ് ലാഡ്? നോം ചോംസ്കിയുമായി ബന്ധപ്പെട്ടതാണ്. ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ്. സിന്തറ്റിക് സ്ട്രക്ചർ നോം ചോംസ്കിയുടെ കൃതിയാണ്. ബിഹേവിയറിസത്തിന്റെ ഉപജ്ഞാതാവ് ജെ ബി വാട്സൺ ആണ്. മനുഷ്യന്റെ എല്ലാ പെരുമാറ്റങ്ങളും ചോദക പ്രതികരണ ബന്ധങ്ങളാണെന്ന് പ്രസ്താവിച്ച മനഃശാസ്ത്രജ്ഞൻ ആരാണെന്ന് ചോദിച്ചാൽ ജെ ബി വാട്സൺ ആണെന്ന് പറയാം. കുട്ടികളെ ലിറ്റിൽ സയന്റിസ്റ്റ് എന്ന് വിളിച്ചത് പിയാഷെയാണ്. സ്കീമ എന്ന പദവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത് പിയാഷെയാണ്. ജനിതക വിജ്ഞാനം എന്ന ഗ്രന്ഥം രചിച്ചതും ജീൻ പിയാഷെയാണ് എന്ന് പറയാനായിട്ട് സാധിക്കും. അപ്പൊ ഇത്രയും ഒന്ന് പഠിച്ചു വയ്ക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളിങ്ങനെ പഠിച്ച് ക്വസ്റ്റ്യൻ ഡെയിലി റെഗുലർ ആയിട്ട് 20 ക്വസ്റ്റ്യൻ സൈക്കോളജി പഠിച്ചു പോകാൻ, കേട്ടിട്ട് എക്സാം വരേക്കും നീണ്ടു പോകാമെന്നൊക്കെ പറയുമ്പോൾ അത്യാവശ്യം കേട്ടിട്ടില്ലേ നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. 30 ഞാൻ പറയുന്നില്ല, പക്ഷെ എന്നിരുന്നാൽ പോലും 30 ഒരു 25 മാർക്കൊക്കെ നിങ്ങൾക്ക് സ്കോർ ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും ഈ ക്വസ്റ്റ്യൻസ് റെഗുലറായി അറ്റൻഡ് ചെയ്യും. അതുപോലെ തന്നെ LP-UPക്കും ഫലപ്രദമാണ്. നമുക്കറിയാം, നമ്മൾ കുറേ കുട്ടിയും അറിവ് നിർമ്മാണവും ക്ലാസ് മുറിയിലെ പഠന പ്രക്രിയ, വിവരവിനിമയ സാങ്കേതിക വിദ്യ, കമ്മീഷനുകളൊക്കെ ഇങ്ങനെ നമ്മൾ പഠിച്ചു പോവാണ് അല്ലേ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മളിങ്ങനെ ക്വസ്റ്റ്യൻസും കൂടെ കാണുമ്പോൾ നമുക്കത് ഇരട്ടി എഫേർട്ടാണ് അല്ലെ, ഇരട്ടി ഗുണകരമാണ്. അപ്പോൾ അത് ഒന്ന് നോട്ട് ബുക്കായിട്ട് ഒന്ന് കുറിച്ച് വെച്ചിട്ട് എഴുതാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ക്ലാസ് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ സജഷൻസ് നിങ്ങൾക്ക് താഴെ കൊടുക്കുക കേട്ടോ. എന്താണോ വേണ്ടത് അത് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാം. ആപ്ലിക്കേഷൻ ലെവൽ നിങ്ങൾ ടൈപ്പ് ചെയ്യേണ്ട കാര്യമില്ല, കാരണം ആപ്ലിക്കേഷൻ ലെവലിലേക്ക് സിമ്പിൾ ടു കോംപ്ലക്സ് എന്ന രീതിയിലാണ്. അപ്പം ഞാൻ കോംപ്ലക്സിലേക്ക് കടന്നു വരാം. ഇപ്പം സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് പഠിച്ച് തട്ടായിട്ട് നമുക്ക് കയറിപ്പോവാം. ഓക്കെ അല്ലേ? ഹാപ്പി ആയി എന്ന് വിചാരിക്കുന്നു. ഇനിയും നമുക്ക് ടാർഗറ്റ് 30യുമായി കണ്ടിന്യൂസ് ആയിട്ട് മുന്നോട്ട് പോകാം. അതിന് നിങ്ങൾ നല്ല രീതിയിൽ പഠിക്കുക എന്നുള്ള ഉദ്ദേശമാണ്. അപ്പം നല്ലൊരു മോട്ടിവേഷനായിട്ട് ഇത് കാണുക, നല്ല രീതിയിൽ പഠിച്ചു പോകുക കുഞ്ഞുങ്ങളെ. ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു സോ മച്ച്.